അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ പ്രബോധകരായി ദീനിവിടെ ദഅവത്ത് നടത്താൻ 1,00,000 പരം അമ്പിയാക്കളെ അല്ലാഹു അയച്ചിട്ടുണ്ട്. അതൊക്കെ മദ്രസയിൽ പഠിച്ച 1,24,000 ചില്ലാനാണ്. ഇതാവട്ടെ 1,00,000 പരം കൃത്യമായ കണക്കില്ലെങ്കിലും ലക്ഷത്തിലധികം പ്രബോധകരായി പ്രവാചകന്മാരെ അല്ലാഹു അയച്ചിട്ടുണ്ട്. അതിൽ 300 ചില്ലാന മുർസലിങ്ങൾ, 1,00,000 പരം പ്രവാചകന്മാരിൽ 300 ചില്ലാന മുർസലിങ്ങൾ. ആ 300 ചില്ലാന മുർസലിങ്ങളിൽ 25 പ്രവാചകന്മാരുടെ പേരാണ് പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞിട്ട്. 25 പ്രവാചകന്മാരുടെ പേര് പറഞ്ഞിട്ട്. അപ്പോ ആഴ്ചയിൽ നമുക്ക് ഒരാഴ്ചയുടെ ക്ലാസ് ഖുർആനിൽ പേര് പറഞ്ഞ പ്രവാചകന്മാരുടെ ചരിത്രം പഠിക്കാം. ഖുർആനിൽ കൂടുതൽ പറഞ്ഞ ചരിത്രങ്ങളാണ്. ചരിത്രം കൊണ്ട് നമ്മുടെ ഈമാനിന് ചെറിയൊരു മാറ്റം ഉണ്ടാകും എന്നാണ് മഹാന്മാർ നമ്മെ പഠിപ്പിച്ചത്. അപ്പൊ അതിൽ ആദ്യമായി നമുക്ക് നമ്മുടെ ഉപ്പാപ്പയായ അബൂന അബുൽ ബഷർ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം ചെറിയ രൂപത്തിൽ പഠിച്ചിട്ട് നമുക്ക് പോകും. ആദം നബി അലൈഹിസ്സലാമിന്റെ പേര് ഖുർആനിൽ 25 തവണ പറഞ്ഞിട്ടു. 25 പ്രാവശ്യം ഖുർആനിൽ ആദം നബി അലൈഹിസ്സലാമിന്റെ പേര് പറഞ്ഞിട്ടു. അതിൽ സൂറത്തുൽ ബഖറയിൽ 5 പ്രാവശ്യം പറഞ്ഞിട്ടു. അൽ-ബഖറ സൂറത്തിൽ 5 പ്രാവശ്യം. അതുപോലെ സൂറത്തുൽ ആലി ഇംറാനിൽ 2 തവണ പറഞ്ഞിട്ടു, 7. അതുപോലെ സൂറത്തുൽ മാഇദയിൽ 1 പ്രാവശ്യം പറഞ്ഞിട്ടു, 8. അതുപോലെ സൂറത്തുൽ അഅറാഫ് സൂറത്തിൽ 7 പ്രാവശ്യം പറഞ്ഞിട്ടു, 15 പ്രാവശ്യം. അതുപോലെ സൂറത്തുൽ ഇസ്രാ സൂറത്തിൽ 2 പ്രാവശ്യം പറഞ്ഞു, 17. അത് കഴിഞ്ഞിട്ട് പിന്നെ സൂറത്തുൽ കഹ്ഫ് സൂറത്തിൽ 1 പ്രാവശ്യം പറഞ്ഞു. എപ്പോൾ 1 സൂറത്താണ്. അതിൽ 1 പ്രാവശ്യം ആദം നബി അലൈഹി സ്വലാമിന്റെ പേര് പറഞ്ഞു, 18. പിന്നെ സൂറത്തു മറിയം സൂറത്തിൽ 1 പ്രാവശ്യം പറഞ്ഞിട്ട്, 19. അതുപോലെ പിന്നെ സൂറത്തു യാസീനിൽ 1 പ്രാവശ്യം പറഞ്ഞിട്ട്, അല്ലെ, 20. അതുപോലെ സൂറത്തു ത്വാഹ സൂറത്തിൽ 5 പ്രാവശ്യം പറഞ്ഞു, 25. അപ്പൊ അവസാനം ഖുർആനിന്റെ അവസാനം ആദം നബി അലൈഹി സ്വലാമിന്റെ പേര് പറഞ്ഞത് യാസീൻ. യാസീൻ കഴിഞ്ഞാൽ പിന്നെ ആദം എന്ന പേര് പറയുന്ന ആദം എന്ന പേര് കാണും. യാസീൻ സൂറത്ത് എവിടെ? യാസീൻ സൂറത്തിൽ ആദത്തിന്റെ പേര് ഇലൈക്കും യാ ബനീ ആദം അല്ലാ തഅബുദു ശൈത്വാൻ ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ. ഇതാണ് ഖുർആനിൽ അവസാനമായി ആദം അലൈഹിസ്സലാമിന്റെ പേര് പറഞ്ഞു. ഇതിന്റെ അപ്പുറം ആദം എന്ന പേര് കാണുന്നു. അപ്പൊ 25 പ്രാവശ്യം ആദം നബി അലൈഹിസ്സലാമിന്റെ പേര് പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞു. പിന്നെ ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല പടച്ചത് കളിമണ്ണിൽ നിന്നിട്ട്. ആ പടക്കാൻ വേണ്ടിയിട്ട് അന്ന് മണ്ണ് ഉപയോഗിച്ചത് ഭൂമിയിൽ നിന്നിട്ട് എടുത്തിട്ടാണ്. ഭൂമിയിൽ നിന്നിട്ട് മണ്ണെടുത്തിട്ടാണ് പഠിച്ചത്. പക്ഷെ ആദം നബി അലൈഹിസ്സലാമിനെ പടച്ച സ്ഥലം എവിടെയാണ് എന്ന് വ്യക്തമായിട്ട് ഇപ്പൊ നമ്മുടെ കിതാബിൽ നോക്കിയാലൊന്നും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വ്യക്തമായിട്ട് പറയാൻ പറ്റുന്ന ഒരു അഭിപ്രായം കാണുന്നില്ല. എവിടെയാണ് ആദം നബി അലൈഹി സ്വലാമിനെ അള്ളാഹു പഠിച്ചത്? സ്വർഗത്തിൽ പഠിച്ചതല്ല, സ്വർഗത്തിലല്ല, പിന്നെ ഭൂമിയിലും അല്ല. എവിടെയാണ് എന്ന് വ്യക്തമായിട്ട് നമുക്കറിയില്ല. പിന്നെ പ്രവാചകന്മാർക്ക് അള്ളാഹു പ്രത്യേകമായ ഇൽഹാം കൊടുത്ത ആളുകൾക്ക് അറിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഇന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല ആദം നബി അലൈഹി സ്വലാമിനെ എവിടെയാണ് പഠിച്ചത് എന്ന് വ്യക്തമായിട്ട് അത് കാണാൻ പറ്റുന്നത്. പിന്നെ പഠിച്ചതിന് ശേഷമാണ് സ്വർഗത്തിലേക്ക് കൊണ്ടുവന്നത്. സ്വർഗത്തിലേക്ക് ആദം നബി അലൈഹി സ്വലാമിനെ മാത്രമല്ല ഹവ്വാ ഉമ്മയും ഒക്കെയാണ് ഓടുന്നത്. ഹവ്വാ ഉമ്മമാരെ അല്ലാഹു തആല പഠിച്ചത് മഹാനായ സയ്യിദുന ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം കാന നായിമാണ്. ആദം നബി അലൈഹി സ്വലാം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഉറങ്ങിയ സമയത്താണ് അവിടുത്തെ ഒരു ഭാര്യയെടുത്ത് ആ ഭാര്യയിൽ നിന്നിട്ട് ഹവ്വാ ഉമ്മാനെ അല്ലാഹു തആല പഠിച്ചത്. അല്ലാഹു തആല പഠിച്ചത് അപ്പോഴാണ് ഭാര്യയെ പഠിച്ചിട്ട് ആയതിനു ശേഷം അൽഖല്ലാഹു ഫീ ഖൽബിഹി അശ്ശഹവത ലഹാ. ആദം ഹവ്വാ ഉമ്മയോട് ഒരു ചെറിയൊരു വികാരം ആദം നബി അലൈഹി സ്വലാമിന്റെ ഖൽബിൽ അല്ലാഹു ഇട്ടു കൊടുത്തു. ഉറങ്ങിയ സമയത്ത് അവിടുത്തെ ഭാര്യയിൽ നിന്നിട്ട് ഹവ്വാ ഉമ്മനെ പഠിച്ചതിന് ശേഷം ആദം നബി അലൈഹി സ്വലാമിന്റെ ഖൽബിൽ പെണ്ണിനോടൊരു വികാരം അല്ലാഹു ഇട്ടു കൊടുത്തു. അങ്ങനെ ഇട്ടു കൊടുത്തപ്പോ ഹവ്വാ ഉമ്മാനെ കല്യാണം കഴിക്കാൻ വേണ്ടി ഒരുങ്ങി. അങ്ങനെ കല്യാണം കഴിക്കാൻ വേണ്ടി ഒരുങ്ങിയപ്പോഴാണ് മലക്കുകൾ പറഞ്ഞത് മഹർ സദാഖ് കൊടുക്കണം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയാണ് ഹവ്വാ ഉമ്മയെയും ആദം നബി അലൈഹി സ്വലാമിന്റെയും സ്വർഗത്തിന്റെ കട്ടിലിന്റെ മുകളിൽ ഇരുത്തി മലക്കുകൾ കൊണ്ടുവന്നിട്ട് സ്വർഗത്തിലേക്ക് ഇറക്കുന്നത്. അപ്പൊ സ്വർഗത്തിലല്ല ഒരു പഠിച്ചത് എന്ന് ഉറപ്പാണ്. സ്വർഗത്തിലല്ല പഠിച്ചതിന് ശേഷം കൊണ്ടുവന്നിട്ട് സ്വർഗത്തിലാക്കിയത്. അതാണ് ഖുർആൻ എന്ന് പറഞ്ഞത്. ഉസ്കുൻ അന്ത വസൗജുകൽ ജന്ന. ഖുർആൻ പറഞ്ഞു ഉസ്കുൻ അന്ത വസൗജുകൽ ജന്ന. ഓ ആദം നബി അലൈഹി സ്വലാമേ, നിങ്ങളും നിങ്ങളുടെ ഭാര്യയും സ്വർഗത്തിൽ താമസിച്ചോളൂ. വകുലാ മിൻഹാ ഹൈതു ശിഅ്തുമാ റഗദ. നിങ്ങൾക്ക് ഈ സ്വർഗത്തിൽ എന്ത് വേണോ അത് മുഴുവൻ നിങ്ങൾ തിന്നോളൂ. പക്ഷേ ഈ ഒരു മരം കാണിച്ചില്ല എന്ന് പറഞ്ഞ ഈ മരത്തിനോട് നിങ്ങൾ അടുക്കാൻ പാടില്ല. അങ്ങനെയാണ്
പിന്നെ അതിന് നബി അലൈഹി സ്വലാം ഭൂമിയിൽ വന്നു. അപ്പൊ സ്വർഗത്തിൽ താമസിച്ച പാട് പുറത്താക്കിയൊന്നുമല്ല. ഞങ്ങൾക്ക് അങ്ങനെ പറഞ്ഞു വിചാരിക്കും സ്വർഗത്തിലായിരുന്നു പുറത്താക്കിയത് അതൊന്നുമല്ല. സ്വർഗത്തിൽ എത്ര കോടി വർഷങ്ങൾ അതിന് നബി അലൈഹി സ്വലാം ഉണ്ടായിരുന്നു പറയാൻ പറ്റൂല. എത്ര കോടി വർഷങ്ങൾ. കാരണം നമുക്ക് രാത്രിയും പകലും എടുത്ത വിഷയമല്ല. നമ്മുടെ ഈ സൂര്യൻ ഉദിക്കുന്ന ഈ ലോകത്തിന്റെ വിഷയമാണ് രാത്രിയും പകലും വയസ്സാവൽ മതിയുമല്ലോ. ചരിത്രം പറയുന്നത് ആദം നബി അലൈഹി സ്വലാം ഈ ഭൂമിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു 40 വയസ്സിന്റെ ഒരവസ്ഥയിലായിരുന്നു ഇറങ്ങിയതെന്ന്. ഒരു 40-കാരനായിട്ട് ഇറങ്ങിയതായിരുന്നു ആദം നബി അലൈഹി സ്വലാം ഭൂമിയിലേക്ക് ഇറങ്ങിയത്. അപ്പൊ സ്വർഗത്തിൽ എത്ര കോടി വർഷങ്ങൾ ഉണ്ടായിരുന്നു പറയാൻ പറ്റില്ല, നമുക്കറിയില്ല. ഈസാ നബി അലൈഹി സ്വലാമിനെ അപ്പൊ ആകാശത്തിലേക്ക് ഉയർത്തിലേക്ക് കൊല്ലത്തായി അല്ലെ. ഇനി ഖിയാമത്ത് നാൾ നടക്കുമ്പോ ഈസാ നബി അലൈഹി സ്വലാമിനോട് വരുന്നുണ്ട് നരച്ചിട്ട് മുടിച്ചിട്ട് അല്ല ഇങ്ങനെ വെറുത്തിട്ട് വരുന്നൊന്നല്ല. ഈസാ നബി അലൈഹി സ്വലാമിന്റെ വരുമ്പോ വയസ്സ് എത്രയാണ്? ഇനിയിപ്പോ തിരിച്ചു വരുമ്പോ എത്രയാണ്? 35 എന്തോ വയസ്സുകാരനായിട്ടാണ് ഈസാ നബി അലൈഹി സ്വലാം ഇറങ്ങി വരുന്നത്. ഇത്ര വളരെ കുറിക്കുന്നു. എത്ര അലിവായ തങ്ങളെക്കാണ് മുമ്പ് വന്ന പ്രവാചകൻ അപ്പൊ ആകാശത്തിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. ഇനി വരുന്ന സമയത്തും വരുന്നത് അതേ വയസ്സിലാണ്. കാരണം എന്ത്? നമുക്കാണെങ്കിൽ കൊല്ലപ്പെടുന്നത് ദിവസങ്ങൾ മുമ്പ് കൊല്ലായി നരച്ച് കുടിച്ച് അതിനെ ഇസ്ലാം മരിക്കുന്ന സമയത്ത് നരച്ചിട്ടാണ്. അപ്പൊ അതിന് നേരെ തുടങ്ങിയപ്പോ എന്നെ എപ്പോഴാണ്? ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആദ്യമായിട്ട് ഇവിടെ നരച്ച ആളാണ് ഇബ്രാഹിം നബിയാണ്. അതിന് മുമ്പ് വന്ന ഒരു പ്രവാചകന്മാർക്കും നേരെ ഉണ്ടായിട്ടില്ല. അപ്പൊ ആദ്യ നബി അലൈഹി സ്വലാം മരിക്കുന്ന സമയത്ത് പോലും നരച്ചിട്ടാണ്. അപ്പൊ സ്വർഗത്തിൽ എത്ര താമസിച്ചു? പടച്ച പാട് കൊണ്ടുവന്ന പാട് ആള് പോയി തിന്നിട്ട് പുറത്താക്കിയൊന്നുമല്ല. എത്രയോ കൊല്ലങ്ങൾ, പറയാൻ പറ്റാത്തത്ര വർഷങ്ങൾ. ചിലപ്പോ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗത്തിൽ താമസിച്ചിട്ടുണ്ടാകാം. ഇതിന്റെ കണക്കുകളൊക്കെയും മഹാന്മാരായ മുഫസ്സിറുകൾ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാം. അല്ലാഹു തആല മഹാന്മാരുടെ ബറക്കത്തോടെ നമ്മുടെ ഈമാൻ അല്ലാഹു വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. മഹാനായ സയ്യിദുനാ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമ്മുടെ ഉപ്പാപ്പയാണ്, ഹവ്വാ ഉമ്മ നമ്മുടെ ഉമ്മാമയാണ്. പടച്ചോനെ ആ മാത്തുക്കളായ പ്രവാചകന്മാരുടെ ദറജ നീ ഉയർത്തി കൊടുക്കാനാവട്ടെ. അവർക്കെയും ഇവിടെ വന്നത് അല്ലാഹുവിനെ പഠിപ്പിക്കാനാണ്, ഇസ്ലാമിനെ പഠിപ്പിക്കാനാണ്. പടച്ചോനെ ആ മഹാന്മാരുടെ ബറക്കത്തുകൊണ്ട് വേണ്ടതുപോലെ നിന്നെ മനസ്സിലാക്കാൻ, ഇസ്ലാമിനെ മനസ്സിലാക്കാൻ, ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ. പടച്ചോനെ ആരോഗ്യത്തോടെ ആഫിയത്തോടെ ഒരുപാട് കാലം ജീവിച്ച് നീ പൊരുത്തപ്പെടുന്ന ഒരുപാട് അമലുകൾ നിന്റെ പൊരുത്തത്തിനായി ചെയ്യാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ. അല്ലാഹ് നാട്ടിൽ നിന്ന് ഒരുപാട് ആളുകൾ ഹജ്ജിന് വേണ്ടി പോയി, നീ ഒരുപാട് ആളുകൾ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിയ എല്ലാ ഹാജിമാർക്കും നീ ആഫിയത്ത് അറിയിമാക്കണേ. അല്ലാഹ് ആരോഗ്യം നിലനിർത്തി കൊടുക്കണേ. റഹ്മാനെ പടച്ചവനെ നമ്മുടെ സദസ്സിലും ഹജ്ജ് ചെയ്തവരും ഉംറ ചെയ്തവരും നമ്മുടെ നാട്ടിലും നമ്മുടെ ഒരുപാട് കുടുംബങ്ങളിൽ പലരുമുണ്ട്. അവർ ചെയ്ത ആ പ്രവർത്തനങ്ങൾ മുഴുവനും നീ സ്വീകരിക്കണേ. അല്ലാഹ് ചെയ്യാത്ത ആളുകൾക്ക് ചെയ്യാനുള്ള അവസരം ആരോഗ്യമുള്ള സമയത്ത് തന്നെ നീ നൽകണേ. റഹ്മാൻ അല്ലാഹുവേ മരിച്ചുപോയ നമ്മുടെ എല്ലാ കുടുംബങ്ങൾക്കും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണേ. അല്ലാഹ് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം നിങ്ങളുടെ പറഞ്ഞു പോലെ നമ്മുടെ KP അബ്ദുച്ച ഒരുപാട് കാര്യങ്ങൾ രോഗിയായി കിടന്ന ഒരു മനുഷ്യനായിരുന്നു. അല്ലാഹ് എത്രത്തോളം ഈ ദുനിയാവിൽ പ്രയാസങ്ങൾ അദ്ദേഹം തരണം ചെയ്തു അത്രത്തോളം അയാളുടെ ദർജ നീ ഉയർത്തണേ. റഹ്മാൻ പാപങ്ങൾ നീ പൊരുത്തു കൊടുക്കണേ. അല്ലാഹ് പ്രചോദന ഞങ്ങൾ വന്നതിന് ശേഷം എത്ര ആളുകൾ ഇവിടെ മരിച്ചുപോയി. അല്ലാഹ് എത്ര മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ ചെറിയവർ വലിയവർ എത്ര ആലിമീങ്ങൾ മഹത്തുക്കൾ സ്വാലിഹത്തുകൾ അല്ലാഹ് അവർക്കെല്ലാം നീ ദർജ ഉയർത്തണേ. റഹ്മാനെ അല്ലാഹ് സ്വർഗ്ഗം നൽകണേ. അല്ലാഹ് മഗ്ഫിറത്ത് കൊണ്ട് മർഹമത്ത് കൊണ്ട് അവരെ നീ അനുഗ്രഹിക്കണേ. അല്ലാഹ് സാധുക്കളായി ഞങ്ങൾക്ക് നീ മരണം തരുമ്പോ ഈമാനോടെ ഞങ്ങളെ നീ സലാമത്താക്കണേ. അല്ലാഹ് ബിഹഖി സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൽ നസീർ. ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൽ നസീർ. حسبنا الله ونعم الوكيل نعم المولى ونعم النصير.